നമ്മൾ രാപ്പകൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയതും ജീവനേക്കാളേറെ ഹൃദയത്തോട് ചേർത്തുപിടിച്ചതുമായ സർവ്വതും ഒരൊറ്റ നിമിഷം കൊണ്ട് തകർത്തുതരിപ്പണമാക്കാൻ കൂടെ നിൽക്കുന്ന ചില വിഷപ്പാമ്പുകൾക്ക് കഴിയും എന്ന് തിരിച്ചറിയുന്ന ആ ഒരു നിമിഷമുണ്ടല്ലോ, അത് ജീവനോടെ നരകയാതന അനുഭവിക്കുന്നതിന് തുല്യമാണ്. സ്വന്തം ശ്വാസത്തെക്കാളും വിശ്വസിച്ച് കൂടെ നിർത്തിയ ചിലർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുവന്നത് നമ്മളെ സ്നേഹിക്കാനല്ല, മറിച്ച് നമ്മുടെ നാശത്തിന്റെ ആഴമേറിയ കുഴി തോണ്ടാനായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോഴേക്കും നമ്മൾ ഒരുപാട് വൈകിപ്പോയിട്ടുണ്ടാകും. നമ്മളെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള 7 തരം ക്രൂരന്മാരായ മനുഷ്യരെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇതിൽ ഏറ്റവും അവസാനമായി പറയാൻ പോകുന്ന ആ 7ാമത്തെ കൂട്ടരുണ്ടല്ലോ, അവരാണ് നിങ്ങളുടെ ആത്മാവിനെ ഏറ്റവും ക്രൂരമായി ഒരു സ്ലോ പോയ്സൺ പോലെ ഉള്ളിൽ നിന്ന് കാർന്നു തിന്നാൻ പോകുന്നത്. അതുകൊണ്ട് ഓരോ വരിയും സ്വന്തം ജീവിതത്തിനുള്ള ഒരു താക്കീതായി കണ്ടു ഒന്നുപോലും വിട്ടുപോകാതെ ശ്രദ്ധിച്ചു കേൾക്കുക. പണ്ടുള്ളവർ പറഞ്ഞതുപോലെ അർഹതയില്ലാത്തവന് നൽകുന്ന അമിത സ്നേഹവും ബഹുമാനവും മരണവിഷത്തിന് തുല്യമാണ്. നിങ്ങളെ തകർക്കാൻ നിങ്ങളുടെ ശത്രുക്കൾ ഒരിക്കലും നേരിട്ട് വരേണ്ടതില്ല. നിങ്ങളുടെ പാവം മനസ്സിനെ ചൂഷണം ചെയ്യുന്ന ഈ 7 തരം മനുഷ്യർ മാത്രം മതി നിങ്ങളുടെ പടുത്തുയർത്തിയ ജീവിതം ഒരു ചുടുകാടാക്കി മാറ്റാൻ. വായിൽ എപ്പോഴും തേൻ തുളുമ്പുന്ന വാക്കുകൾ നിറയ്ക്കുകയും എന്നാൽ ഹൃദയത്തിൽ മാരകമായ വിഷം ഒളിപ്പിക്കുകയും ചെയ്യുന്ന മനുഷ്യരെക്കുറിച്ച് ചാണക്യൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മുകളിൽ അല്പം പാൽപ്പാട വിതറി താഴെ മുഴുവൻ മാരകവിഷം നിറച്ചുവെച്ച ഒരു മരണപാത്രത്തെപ്പോലെ അത്തരക്കാരെ നമ്മുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ദൂരേക്ക് എറിഞ്ഞുകളയണം. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ തകർച്ചയിലും പരാജയങ്ങളിലും ഉള്ളുകൊണ്ട് സന്തോഷിക്കുന്നവർ. നിങ്ങളൊരു ബിസിനസ് തുടങ്ങി അത് തകർന്നു പോകുമ്പോഴോ, കൈപ്പിടിയിലുണ്ടായിരുന്ന ജോലി നഷ്ടപ്പെടുമ്പോഴോ, അല്ലെങ്കിൽ ജീവനായി വിശ്വസിച്ച പ്രണയം തകരുമ്പോഴോ ഇവർ നിങ്ങളുടെ അടുത്തേക്ക് ആശ്വസിപ്പിക്കാനെന്ന വ്യാജേന ആദ്യം ഓടിയെത്തും. പുറമെ വലിയ സഹതാപവും കടുത്ത വിഷമവും അഭിനയിച്ച് കഷ്ടമായി പോയിടാ, നിനക്കിങ്ങനെ ഒരു അവസ്ഥ വരാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുമ്പോഴും അവരുടെ ഉള്ളിന്റെ വല്ലാത്തൊരു ആനന്ദം അലയടിക്കുന്നുണ്ടാകും. ഇവന്റെ അഹങ്കാരത്തിന് കിട്ടിയ കൃത്യമായ തിരിച്ചടിയാണ് ഇത്. ഇനി ഇവൻ ഒരിക്കലും എനിക്കൊപ്പം എത്തില്ലല്ലോ എന്ന കുബുദ്ധിയാണ് അവരെ നയിക്കുന്നത്. നിങ്ങളോട് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിലും നിങ്ങളുടെ പൊടിയുന്ന മുറിവിൽ ഉപ്പുപുരട്ടാനുള്ള ഒരു തരം വ്യഗ്രത നിങ്ങൾക്ക് കാണാൻ കഴിയും. എങ്ങനെയാണത് നഷ്ടമായത്? ഇപ്പോൾ കയ്യിൽ പണമൊന്നുമില്ലേ? ഇനി എന്തു ചെയ്യും എന്നിങ്ങനെ ചോദിച്ച് നിങ്ങളുടെ സങ്കടം വീണ്ടും വീണ്ടും വലുതാക്കി കാണിച്ച് അവർ ഉള്ളുകൊണ്ട് രസിക്കും. നിങ്ങളുടെ വീഴ്ചയെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഇവർക്ക് വല്ലാത്തൊരു ആവേശമായിരിക്കും. എന്നാൽ പുറമേക്ക് അവർ നിങ്ങളുടെ ഏറ്റവും വലിയ രക്ഷകനായി അഭിനയിക്കുകയും ചെയ്യും. മുഖത്തു നോക്കി വാനോളം പുകഴ്ത്തി സംസാരിക്കുന്നവനെ ഒരിക്കലും വിശ്വസിക്കരുത്. കാരണം അവൻ സ്വന്തം സ്വാർത്ഥതയ്ക്കുവേണ്ടി നിങ്ങളുടെ മുന്നിൽ കെണിയൊരുക്കുകയാണ് എന്നാണ് ചാണക്യനീതി അനുസരിച്ച് പറയുന്നത്. നമ്മളോടൊപ്പം ഇരുന്ന് ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കും, നമ്മുടെ കുടുംബത്തിലെ എല്ലാ രഹസ്യങ്ങളും ചോദിച്ചറിയും, നമ്മളെ അത്രമാത്രം പുകഴ്ത്തി സംസാരിക്കും. നിന്നെപ്പോലൊരു സുഹൃത്തിനെ കിട്ടിയത് എന്റെ ജീവിതത്തിലെ ഭാഗ്യമാണ് എന്ന് നിങ്ങളുടെ മുഖത്തു നോക്കി പറയുന്ന അതേ നാവുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളുടെ ശത്രുക്കളുടെ അടുത്ത് ചെന്ന് നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും വിറ്റുകാശാക്കുന്നത്. ഓഫീസുകളിലോ സൗഹൃദങ്ങളിലോ നമ്മൾ ഇത്തരം ആളുകളെ സ്ഥിരമായി കാണാറുണ്ട്. നമ്മുടെ മുന്നിൽ വെച്ച് മറ്റുള്ളവരെ ചീത്ത പറയുകയും പിന്നീട് അവരുടെ അടുത്ത് ചെന്ന് നമ്മളാണ് അത് പറഞ്ഞതെന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്നവർ. ഇവരുടെ സ്നേഹം ഒരു കെണിയാണ്. കാരണം ഇവർ നമ്മളെ കെട്ടിപ്പിടിക്കുന്നത് നമ്മുടെ നെഞ്ചിലെ അളവുകളെടുക്കാനാണ്. എപ്പോഴാണ് പിന്നിൽ നിന്നും നെഞ്ചിലേക്ക് കുത്തേണ്ടത് എന്ന് കൃത്യമായി പ്ലാൻ ചെയ്യാനാണ്. ഈ ക്രൂരമായ വഞ്ചന തിരിച്ചറിയുമ്പോൾ നമ്മൾ തോറ്റുപോകുന്നത് മറ്റുള്ളവരുടെ മുന്നിലല്ല, സ്വന്തം വിഡ്ഢിത്തത്തിന്റെ മുന്നിലാണ്. തന്റെ തെറ്റുകൾക്ക് എപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന വ്യക്തിക്ക് ഒരിക്കലും യഥാർത്ഥ ജ്ഞാനം ലഭിക്കില്ല എന്ന് ചാണക്യൻ പറയുന്നു. ജീവിതത്തിൽ നമ്മൾ അവർക്ക് വേണ്ടി പല ത്യാഗങ്ങളും ചെയ്തിട്ടുണ്ടാകും. പണം നൽകിയോ സമയം നൽകിയോ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ചോ അവരെ താങ്ങി നിർത്തിയിട്ടുണ്ടാകും. എന്നാൽ ഒരു ചെറിയ കാര്യത്തിന് നമ്മൾ ഒന്നു മാറി നിന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു വ്യക്തിപരമായ ആവശ്യത്തിനു വേണ്ടി നമ്മൾ അവരെ സഹായിക്കാൻ കഴിയാതെ വന്നാൽ, അവർ ലോകം മുഴുവൻ നടന്ന് നമ്മളാണ് ദുഷ്ടർ എന്ന് വരുത്തി തീർക്കും. ഞാൻ അവനെ എത്രമാത്രം വിശ്വസിച്ചു, പക്ഷെ എനിക്കൊരാവശ്യം വന്നപ്പോൾ അവൻ എന്നെ ചതിച്ചു എന്നു പറഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിൽ കണ്ണീരൊഴുക്കാൻ ഇവർക്ക് യാതൊരു മടിയുമില്ല. ഒടുവിൽ വഞ്ചിക്കപ്പെട്ടതും ചൂഷണം ചെയ്യപ്പെട്ടതും നമ്മളാണെങ്കിൽ പോലും സമൂഹത്തിനു മുന്നിൽ നമ്മൾ കുറ്റവാളികളാകുകയും അവരോട് തെറ്റ് ചെയ്തെന്ന വല്ലാത്തൊരു കുറ്റബോധം നമ്മുടെ മനസ്സിൽ അവശേഷിപ്പിക്കുകയും ചെയ്യാൻ ഇവർക്ക് പ്രത്യേക കഴിവാണ്. അവരുമായി സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ തെറ്റുകാരല്ല എന്ന് തെളിയിക്കേണ്ടി വരുന്നത് എത്രമാത്രം ക്രൂരമായ അനുഭവമാണെന്ന് അത് അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമേ അറിയൂ. ദുഷ്ടനായ ഒരാളുടെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് സിംഹങ്ങൾ വസിക്കുന്ന ഘോരവനത്തിൽ കഴിയുന്നതാണ് എന്നാണ് ചാണക്യൻ പറയുന്നത്. നമ്മുടെ കുടുംബബന്ധങ്ങളിലും പ്രണയത്തിലും സൗഹൃദത്തിലുമൊക്കെ നമ്മൾ ഇത്തരം ആളുകളെ ഒരുപാട് കാണാറുണ്ട്.
ഒരു ചെറിയ പ്രശ്നമുണ്ടാകുമ്പോൾ അത് ഒരിടത്തിരുന്ന് സംസാരിച്ചു തീർക്കുന്നതിനു പകരം, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചു തരുന്നതിനു പകരം, ദിവസങ്ങളോളവും ആഴ്ചകളോളവും നിങ്ങളോട് ഒരക്ഷരം പോലും മിണ്ടാതെ നടന്ന് നിങ്ങളെ മാനസികമായി ഭ്രാന്തു പിടിപ്പിക്കുന്ന മനുഷ്യർ. നമ്മളോട് എന്താണ് പരിഭവം എന്ന് എത്ര തവണ ചോദിച്ചാൽ പോലും പറയാതെ നമ്മളെ പൂർണ്ണമായും അവഗണിച്ച് അവർ ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരു ശൂന്യതയും നെഞ്ചുപൊട്ടുന്ന വേദനയും വന്ന് നിറയും. ഒരു മേശപ്പുറത്തിരുന്ന് ശാന്തമായി സംസാരിച്ചാൽ തീരാവുന്ന നിസ്സാര പ്രശ്നമേ അവിടെ കാണൂ. പക്ഷെ അവരോടൊന്ന് സംസാരിക്കാൻ വേണ്ടി നമ്മൾ യാചിക്കുന്ന ആ ഒരു നിമിഷമുണ്ടല്ലോ, അവിടെയാണ് അവരുടെ കടുത്ത ഈഗോ ജയിക്കുന്നത്. നമ്മുടെ മനസ്സമാധാനം മുഴുവൻ കെടുത്തി ഉറക്കമില്ലാത്ത എത്രയോ രാത്രികൾ സമ്മാനിച്ച് ഒടുവിൽ നമ്മൾ തെറ്റൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ആ കനത്ത മൗനമൊന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി അവരുടെ കാലുപിടിച്ച് മാപ്പു പറയാൻ നമ്മളെ നിർബന്ധിതരാക്കുന്ന ഒരുതരം ക്രൂരമായ മാനസിക വിനോദമാണിത്. ഇത് നിങ്ങളുടെ ആത്മാഭിമാനത്തെയാണ് പിച്ചിച്ചീന്തിക്കളയുന്നത്. ആവശ്യത്തിനു വേണ്ടി മാത്രം നിങ്ങളെ സമീപിക്കുന്നവൻ ഒരു കാക്കയെപ്പോലെയാണ്. ആഹാരം തീരുന്നതുവരെ മാത്രമേ അവൻ നിങ്ങളുടെ കൂടെ നിൽക്കൂ എന്ന് ചാണക്യൻ കൃത്യമായി മുന്നറിയിപ്പ് തരുന്നുണ്ട്. അവർക്കൊരു കഷ്ടപ്പാട് വരുമ്പോൾ പാതിരാത്രി വിളിച്ചാൽ പോലും നമ്മൾ സ്വന്തം ഉറക്കം കളഞ്ഞ് ഓടിയെത്തും. പണമോ സഹായമോ എന്തു വേണമെങ്കിലും നമ്മൾ സ്വന്തം കാര്യം നോക്കാതെ ചെയ്തു കൊടുക്കുകയും ചെയ്യും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കനത്ത ഇരുട്ടടിയേറ്റ് നമ്മളൊന്ന് തളരുമ്പോൾ, നമുക്കൊരു ആശ്വാസമോ സഹായമോ ആവശ്യമായി വരുമ്പോൾ അവരെ ഫോണിൽ പോലും കിട്ടില്ല. ഇനി കിട്ടിയാൽ തന്നെ 1000 ഒഴിവുകഴിവുകൾ പറഞ്ഞ് അവർ വളരെ പെട്ടെന്ന് കൈയൊഴിയും. അവരുടെ സ്വാർത്ഥമായ ആവശ്യങ്ങൾ എല്ലാം കഴിഞ്ഞാൽ നമ്മളെ പാതയോരത്തെ ചവറുപോലെ ഒരൊറ്റ തള്ളാണ്. പിന്നീട് നമ്മൾ ആരാണെന്ന് പോലും അവർ ഓർക്കാൻ കൂട്ടാക്കില്ല. അതിനോടൊപ്പം ചേർത്തു വായിക്കേണ്ടതാണ് അടുത്ത കൂട്ടരെ. നമ്മൾ അവർക്കു വേണ്ടി ചെയ്ത 1000 നന്മകൾ ഒരൊറ്റ നിമിഷം കൊണ്ട് മറന്ന് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ചെറിയ പിഴവിന്റെ പേരിൽ നമ്മളെ ക്രൂശിക്കുന്നവർ. വർഷങ്ങളോളം നമ്മളവർക്ക് വാരൂതി നൽകിയ സ്നേഹവും കാവലും പിന്തുണയും ഒരു ചെറിയ തെറ്റിന്റെ പേരിൽ ഇല്ലാതാക്കി നമ്മളെ ലോകത്തിലെ ഏറ്റവും മോശം വ്യക്തിയായി ചിത്രീകരിച്ച് പടിയിറങ്ങിപ്പോകാൻ ഇവർക്കൊരു മടിയുമുണ്ടാകില്ല. ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ 7ാമത്തെ ഏറ്റവും അപകടകാരികളായ മനുഷ്യരിലേക്ക് വരാം. നിങ്ങളുടെ കഴിവുകളെയും സ്വപ്നങ്ങളെയും ഇല്ലാതാക്കുന്നവരോടൊപ്പം ജീവിക്കുന്നത് ആത്മഹത്യയ്ക്ക് തുല്യമാണ് എന്നാണ് ചാണക്യൻ പറയുന്നത്. ഇവർ നിങ്ങളുടെ നേർക്കുനേർ വരുന്ന ശത്രുക്കളല്ല. ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോ പങ്കാളിയോ കൂടെപ്പിറപ്പുകളോ ബന്ധുക്കളോ ഒക്കെയാകാം. നിങ്ങളൊരു പുതിയ സ്വപ്നം കാണുമ്പോൾ, ഒരു പുതിയ ജോലിക്ക് ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ നിനക്കിത് പറ്റില്ല, നീ തോറ്റുതൊപ്പിയിടും, നിന്റെ കയ്യിൽ അതിനുള്ള കഴിവില്ല എന്ന് സ്നേഹത്തിന്റെ ഭാവത്തിൽ നിരന്തരം പറഞ്ഞ് നിങ്ങളുടെ ആത്മാഭിമാനത്തെ ഇല്ലാതാക്കുന്നവരാണിവർ. ഞാൻ നിന്റെ നല്ലതിനു വേണ്ടിയാണ് പറയുന്നത്, വെറുതെ പോയി ചാടണോ എന്ന് ചോദിച്ച് അവർ നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസത്തിന്റെ ചെറിയ നാളത്തെപ്പോലും വളരെ തന്ത്രപൂർവ്വം ഊതിക്കെടുത്തും. നേരിട്ട് വന്ന് ആക്രമിക്കാതെ വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ ചിറകുകൾ അരിഞ്ഞുമാറ്റുന്ന ഇവർ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പോസിറ്റീവ് എനർജിയും ഊറ്റിയെടുത്ത് നിങ്ങളെ ഒരു കഴിവുമില്ലാത്ത വെറുമൊരു ശവമാക്കി മാറ്റും. ഇത് നിങ്ങളുടെ വളർച്ചയെ തടയുന്ന ഏറ്റവും മാരകമായ സ്ലോ പോയിസണാണ്. ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എവിടെയോ നിങ്ങളുടെ സ്വന്തം ജീവിതകഥ പോലെ തോന്നുന്നുണ്ടല്ലേ? ഇത് എന്റെ ജീവിതത്തിൽ സംഭവിച്ചതാണല്ലോ, ആ വ്യക്തി എന്നോടും ഇത് ചെയ്തതാണല്ലോ എന്ന് നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ മന്ത്രിക്കുന്നുണ്ടാകും. ആചാര്യ ചാണക്യൻ പറഞ്ഞതുപോലെ, ഒരു വിഷപ്പാമ്പിനെ പോലെ ക്രൂരരായ മനുഷ്യരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എത്രയും വേഗം അകറ്റി നിർത്തുക. കാരണം അവരെ തിരുത്താൻ ശ്രമിക്കുന്നത് സ്വന്തം നാശം ഇരന്നുവാങ്ങുന്നതിന് തുല്യമാണ്. ഇങ്ങനെയുള്ള മനുഷ്യരെ മാറ്റിയെടുക്കാൻ ശ്രമിച്ച് നിങ്ങളുടെ വിലപ്പെട്ട സമയവും ഊർജവും കളയാതിരിക്കുക. പകരം അവർക്ക് ഒരു നല്ല നമസ്കാരം പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അവരെ പടിയിറക്കി വിടുക എന്നതാണ് നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് ഏറ്റവും നല്ലത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ നിങ്ങളെ മാനസികമായി തകർത്ത കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞ വ്യക്തികൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ അനുഭവം താഴെ കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യൂ. കാരണം നിങ്ങളുടെ ആ ഒരൊറ്റ കമന്റ് സമാനമായ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന മറ്റൊരു വ്യക്തിക്ക് വലിയൊരു തിരിച്ചറിവും ആശ്വാസവും നൽകിയേക്കാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.